യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്നലെ സുവിശേഷത്തിലൂടെ നാം ധ്യാനിച്ചത് പത്രോസ് യേശുവിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട്, ഉപകർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് ചോദിക്കുകയാണ്. ഇതിന് കാരണം യേശുനാഥൻ 3 തവണയായിട്ട് അവനോട് ചോദിക്കുകയാണ്, ശിമയോൻ പത്രോസേ, നീ ഇവയെക്കാളും അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഇങ്ങനെ 3 തവണയായിട്ട് പത്രോസിനോട് ചോദിക്കുകയാണ്. ഇവിടെ 3 തവണയും അവൻ പറയുന്ന ഉത്തരം ഒന്ന് തന്നെ. ഇതൊരു സമയത്ത് സംഭവിച്ചതാണ്. ഇതുപോലെ 3 തവണ പത്രോസ് യേശുവിനോട് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ആദ്യം പറഞ്ഞു, മരിക്കേണ്ടി വന്നാലും നിന്നെ വിട്ട് ഞങ്ങൾ പോകുകയില്ല, നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന്. അവിടെ ജീവിച്ചിരുന്നവനായി യേശുവിൻ്റെ സാന്നിധ്യത്തിന് സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ടവൻ പറയുന്നു. രണ്ടാമത്തെ അവൻ്റെ പറച്ചിലെന്ന് പറയുന്നത് ഈ 3 തവണയായിട്ട് യേശുവിനെ തള്ളി പറയുകയും എനിക്ക് ആ മനുഷ്യനെ അറിയുകയില്ല. അതായത് ഭയമെന്നതും അപമാനം എന്നതിൻ്റെയും സമ്മർദ്ദത്തിന് പിഴങ്ങി അവൻ യേശുവിനെ തള്ളി പറയുന്നു. എന്നാൽ ഇന്നലത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചത് പ്രാതാൽ കഴിഞ്ഞപ്പോൾ ഉത്ഥിതനായി യേശു ഒരുക്കി വെച്ചിരിക്കുന്ന പ്രാതാൽ കഴിച്ചതിന് ശേഷം 3 പ്രാവശ്യമായിട്ട് അവനെ ഏറ്റുപറയുന്നു. അതായത് ഉത്ഥിതനായി യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. അപ്പോൾ ഉത്ഥിതനായ യേശു ക്രിസ്തുവിൻ്റെ ആ വിശ്വാസത്തിൻ്റെ സമ്മർദ്ദത്തിൽ അവൻ പറയുന്നു, ഞാൻ മറ്റുള്ളവയെക്കാളും കൂടുതലായിട്ട് നിന്നെ സ്നേഹിക്കുന്നു എന്ന്. അപ്പോൾ യേശുനാഥൻ അവനോട് പറയുന്ന ഒരു വാക്കുണ്ട്, ചെറുപ്പത്തിൽ നീ അരമുറുക്കുകയും നിനക്കിഷ്ടമുള്ള ഇടത്തേക്ക് നീ പോവുകയും ചെയ്യും. എന്നാൽ പ്രായമാകുമ്പോൾ നീ കൈകൾ ഉയർത്തിപ്പിടിക്കുന്നു, മറ്റൊരുവന് വന്ന് നിന്റെ അരമുറുക്കുന്നു, നിനക്കിഷ്ടമില്ലാത്തയിടത്ത് അവൻ നിന്നെ കൊണ്ടുപോകുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, ഇവിടെ പത്രോസ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായി, സഹായകനായ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായി തൻ്റെ ജീവിതം മുന്നോട്ട് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് എന്ന് പറയുകയാണ്. കാരണം ചെറുപ്പത്തിൽ വളർച്ചയില്ലാത്തപ്പോൾ, വേണ്ടത്ര ബുദ്ധിയില്ലാത്തപ്പോൾ, അല്ലെങ്കിൽ വേണ്ടത്ര തിരിച്ചറിവില്ലാത്തപ്പോൾ അവൻ അരമുറക്കുന്നു, അവൻ ഇഷ്ടമുള്ളത് ചെയ്യുന്നു. ഇനി പ്രായമായി കഴിയുമ്പോൾ, വളരുമ്പോൾ, അതായത് വിശ്വാസത്തിൽ വളരുമ്പോൾ, ദൈവത്തോടുള്ള ആത്മീയതയിൽ വളരുമ്പോൾ നിന്നെ തന്നെ പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കുന്നു, നിന്റെ സഹായകന് വിട്ടുകൊടുക്കുന്നു. സഹായകൻ നിന്റെ അരമുറുക്കുന്നു എന്ന് പറയുമ്പോൾ പെസഹ തിരുനാളിൽ നമുക്കറിയാം, പുറപ്പാടിൻ്റെ സംഭവത്തിൽ പെസഹ അപ്പം കഴിക്കുന്നത് അരമുറുക്കിയാണ്, ഒരുക്കത്തോടു കൂടിയാണ്. ഈ ഒരുക്കം എന്ന് പറയുന്നത് ഇവിടെ പരിശുദ്ധാത്മാവ് നിന്നെ ഒരുക്കിയെടുക്കുന്നു. പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവൻ നിന്നെ ഒരുക്കുന്നു കർത്താവിന് സാക്ഷ്യം വഹിക്കുവാനായിട്ട്. എന്നിട്ട് നീ ചെറുപ്പമായിരുന്നപ്പോൾ എങ്ങോട്ട് പോകാനാണോ ആയിട്ടാണോ നീ ആഗ്രഹിക്കാത്തത്, അവിടത്തേക്ക് നീ പോകുവാനായിട്ട് ഈ സഹായകൻ നിന്നെ നയിക്കുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, ഇതേപോലെയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. ഇത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെയാണ് പത്രോസ് യേശുവിനോട് യോഹന്നാൻ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ അവനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഇവൻ്റെ കാര്യത്തിൽ എന്താ? എൻ്റെ കാര്യം നീ പറഞ്ഞു കഴിഞ്ഞു, എന്നാൽ ഇവൻ്റെ കാര്യത്തിൽ എന്താ എന്ന്. പ്രിയപ്പെട്ടവരെ, വീണ്ടും വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നത്, അവനാണ് അത്താഴ സമയത്ത് യേശുവിൻ്റെ വക്ഷത്തിൽ ചാരി കിടന്നവൻ. അവനാണ് അത്താഴ സമയത്ത് കർത്താവിൻ്റെ വക്ഷത്തിൽ ചാരി കിടന്നുകൊണ്ട് ആരാണ് നിന്നെ ഒറ്റപ്പെടുക്കുവാനായിട്ട് പോകുന്നത് എന്ന് ചോദിച്ചത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ യോഹന്നാനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യേശുനാഥൻ ഇപ്രകാരം പറയുമ്പോൾ, ഞാൻ രണ്ടാമത് വരുന്നത് വരെ ഇവൻ മരിക്കുകയില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, അതായത് യോഹന്നാൻ്റെ മനോഭാവമുള്ള, യോഹന്നാൻ്റെ കൂട്ടത്തിൽ ചേർക്കാൻ കൊള്ളുന്ന ജനത്തിന് ഒരവസാനം ഉണ്ടാവുകയില്ല. അവൻ്റെ 2ാം വരവ് വരെ ആ ജനത ഈ ലോകത്തിൽ നിലനിൽക്കും. എങ്ങനെയാണ്? വിശുദ്ധ അന്ത്യത്താഴ സമയത്ത് യേശുവിൻ്റെ വക്ഷത്തിൽ ചാരി കിടന്നവൻ, വിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കുന്നവൻ. വിശുദ്ധ കുർബാനയുടെ സമയത്താണ് യേശുവിൻ്റെ വക്ഷത്തിൽ ചാരി കിടന്നത്. അപ്പോൾ വിശുദ്ധ കുർബാനയിൽ വിശ്വാസത്തോടുകൂടെ അവൻ്റെ വക്ഷത്തിൽ ചാരി കിടക്കുന്നവൻ, കുരിശിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയത്തെ യോഹന്നാൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു. ആ അമ്മയോട് ചേർന്ന് നിൽക്കുന്നവൻ, അമ്മ ആരുടെ ഭവനത്തിലേക്കാണോ കടന്നു വരുന്നത് അവന് ആ മെൻറ്റാലിറ്റിയുള്ള ആൾക്കാർ, ആ മനോഭാവമുള്ള ആൾക്കാർ, ആ തലമുറയിലുള്ളവർ അവിടുത്തെ രണ്ടാമത്തെ വരവ് വരെ
ജീവിച്ചിരിക്കുമെന്നാണ് ദൈവത്തിൻ്റെ ഹിതം എന്നുള്ളത്. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് ശിഷ്യന്മാരുടെ ആത്മാവിനാൽ നിറഞ്ഞുകൊണ്ട് ആത്മാവിനാൽ നയിക്കപ്പെടുന്നത് പോലെ ജീവിക്കുന്ന ഒരവസ്ഥ. അപ്പം തന്നെ യേശുവിൻ്റെ വക്ഷത്തിൽ ചാരിക്കിടന്നുകൊണ്ട് വിശുദ്ധ കുർബാനയോടും പരിശുദ്ധ അമ്മയോടും ചേർന്ന് നിന്നുകൊണ്ട് അവിടുത്തെ രണ്ടാമത്തെ വരവിനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവർ അനുഗ്രഹീതരാണ്. ആ അനുഗ്രഹിക്കപ്പെട്ട ആ ജനത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.